Hi friends, this is me കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഈവനിങ് സ്നാക്കും ഒരു കുട്ടി അൺബോക്സിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ അൺബോക്സിങ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 പീസ് ബ്രെഡ് 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നമുക്ക് ഇതേപോലൊരു ഉണങ്ങിയ ബൗളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെസിപ്പിക്ക് ബ്രെഡിൻ്റെ സൈഡ് കളയണ്ട. ഇത് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത 6 പീസ് ബ്രെഡിലേക്ക് ഞാൻ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുക്കാത്ത റവയാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ വറുക്കാത്ത റവ കയ്യിലില്ല, വറുത്തതോ ഉള്ളെങ്കിൽ കുഴപ്പമില്ല, അത് ഉപയോഗിക്കാം. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരി, ഇടിയപ്പം, നൂൽപുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, പത്തിരി പൊടി, അങ്ങനത്തെ പൊടിയാണ് ഇതിലേക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കപ്പിൻ്റെ അളവ് കയ്യിലില്ലെങ്കിൽ എല്ലാതും ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ മെഷർമെൻറ്റ് എടുത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പിഞ്ച് വരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളകൊന്ന് ചതക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം വരുന്നുണ്ട്. ഒരു 10 കുരുമുളക് എടുത്ത് ആ കുത്തുന്ന കല്ലിലിട്ടൊന്ന് കുത്തിയെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാളയൊന്ന് കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൂടെ എരിവിന് ആവശ്യമായ പച്ചമുളകാണ്. ഒരു വലിയ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പിലയും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചെറിയ പുളിയുള്ള തൈരാണെങ്കിലും പുളിയില്ലാത്ത തൈരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് തൈര് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ തൈരും പിന്നെ സവാളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ കൊണ്ട് അത്യാവശ്യം നനഞ്ഞ് കിട്ടും. നനഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുഴച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പോരാ, ഇതിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വരുന്ന അപ്പസോഡ, അതായത് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് വരുന്ന ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒരുപാട് ആദ്യം തന്നെ ഒഴിക്കരുത് കേട്ടോ. നോക്കിയതിന് ശേഷം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറച്ച് വലിച്ചെടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൂടുതൽ ഒഴിച്ച് എടുക്കരുത് കേട്ടോ. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഇപ്പം തന്നെ ഇത് കുഴച്ചെടുത്താൽ അപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം വരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും മതിയാകും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇത് നമുക്ക് ഓയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു വടയുടെ ഷേപ്പിലാക്കിയതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഇത് വെട്ടിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ വെക്കാം.
അപ്പോൾ ഇതാ നമ്മളൊരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ചെറിയൊരു ഉരുള എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി ഒന്ന് ഷേപ്പ് നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് ഏതൊരു മോഡൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചായക്കൊപ്പമൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ബ്രെഡും റവയും അതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലായി വെച്ചാൽ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. പുറം കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എണ്ണയുടെ ചൂട് ശ്രദ്ധിച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഒരു ഭാഗം ആകുന്ന സമയത്ത് ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പകുതി അവസാനമൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മാവ് റവയൊക്കെ ചേർത്തതുകൊണ്ട് അല്പം ഡ്രൈ ആയി പോകുകയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുത്താൽ മതിയാകും. അപ്പം നമ്മൾ ആദ്യം ഇട്ട നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉഴുന്നൊന്നും അരയ്ക്കാതെ കുതിർത്തരയ്ക്കാതെയൊക്കെ നമുക്ക് ടേസ്റ്റി ആയ ബ്രെഡ് കൊണ്ടുള്ള വട നമുക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് 4 മണിക്ക് വളരെ ഈസി ആയിട്ട് ഒരു 4 മണി ചായക്കൊപ്പമൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബ്രെഡ് കൊണ്ടുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊന്നും അറിയിക്കാനും മറക്കരുത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ സംഭവം. എന്താണെന്ന് സർപ്രൈസ് ആണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ കാണാം. അപ്പോൾ നോക്കാം, നല്ലൊരു അടിപൊളി പേക്കിംഗ് ആണ്. ഇത് നോക്കാം, കണ്ടോ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ചിലപ്പോൾ ഇത് വലിയ സംഭവമൊന്നും അല്ലായിരിക്കും, പക്ഷേ ഇതെനിക്ക് നമ്മൾ ആദ്യത്തെ ഒരു അൺബോക്സിങ് ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നത്. നോക്കാം, നല്ല കവറിങ് കേട്ടോ. ഇത് നമ്മൾ എവിടെ ഇട്ടാലും നമ്മൾ വാങ്ങുന്ന സാധനത്തിന് ഒരു കേടും പറ്റില്ല. അപ്പോൾ നോക്കാം, നല്ല കവറിങ്. ഇതാണ് സംഭവം. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാ വേറെ ഒന്നുമല്ല നമ്മൾ അൺബോക്സിങ് ചെയ്തത് ഇതാ കേട്ടോ, ഹിജാബാണ്. നമ്മളിത് ഇൻസ്റ്റയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഹിജാബൊക്കെ വാങ്ങണത്. പിന്നെ ഈ ഇവരുടെ പേര് സൊല്ലെ എന്നാണ് കേട്ടോ. സൊല്ലെ ഹിജാബി എന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവരുടെ നമ്പരും ഓരോ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഷാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തലയിൽ ഇട്ടാൽ നിൽക്കുന്ന സൈസാണ്. നമ്മൾ പിന്നെ തലയിലിട്ടാൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അവരുടെക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഷാൾ ഒരുപാട് ഇഷ്ടമായി. ഈ 2 കളർ എനിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കത് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കുക. പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഷാൾ വാങ്ങിയത് ഒന്നിന് 200 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെ ഉള്ളൊരു ഷാളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കളക്ഷൻ വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങുക. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാം. അപ്പോൾ ഇവർക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഒരുപാട് റേറ്റൊക്കെ ഒരുപാട് എല്ലാത്തിനും കുറവാണ്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അപ്പോൾ നമ്മളുടെ ചെറിയ റെസിപ്പിയും സ്നാക്ക് റെസിപ്പിയും നമ്മുടെ അൺബോക്സിങ് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.